ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. കോട്ടക്കലുള്ള കോയിച്ചന എന്ന സ്ഥലത്താണ് കല്യാണം. ലേ കൺവേർഷൻ സെൻറ്റർ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഒന്ന് കണ്ടാലോ. ഫസ്റ്റ് ഞാൻ സൺസ്ക്രീൻ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പറയുന്നത് ഞാൻ ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയൊരു മേക്കപ്പാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ അതും ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഐലൈനർ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഐലൈനർ ഇടാം. ഞാൻ തീരെ കനല്ലാതെ ലൂസാക്കിയിട്ടാണ് കേട്ടോ എഴുതൽ എന്നും ഐലൈനർ. അപ്പോൾ ഐലൈനർ എഴുതൽ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി പറയുന്നത് ഞാൻ ബേബി ലവിൻ്റെ ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഞാൻ ലിപ് ലൈനർ പോലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിന് മിഡിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബ്രഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചിടുന്നുള്ളൂ കേട്ടോ. പിന്നെ അതൊന്ന് നമുക്ക് ശരിക്കും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പറയുന്നത് കൺമഷിയൊക്കെ ഉണങ്ങി കേട്ടോ ഗൈസ്. ഞാൻ ഇയറിങ്സ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇടാൻ പോകുന്ന ഇയറിങ്സ് ഇതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഇയറിങ്സ് ഞാൻ പ്യാരിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ, വടക്കാഞ്ചേരി ഉള്ളത്. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പറയുന്നത് നമ്മുടെ ഷാള് ഒന്ന് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഷാള് ഞാൻ ഇങ്ങനെയാണ് ഇട്ട് ഇടുന്നത്. അപ്പോൾ പിന്നെ പറയുന്നത് പോകുമ്പോൾ നല്ല മഴ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ബസ് കിട്ടി. ഞങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ കൂടെ നിന്ന് പള്ളത്തിൽ നിന്ന് ഞങ്ങൾ നേരെ പോകാനാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് അങ്ങോട്ട് ചുങ്കത്തേക്കുള്ളതും കിട്ടി, ചുങ്കത്തു നിന്ന് പള്ളത്തേക്കുള്ള ബസ്സും കിട്ടിട്ടോ. പിന്നെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എൻ്റെ മേമാൻ്റെ കുട്ടിയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്, അല്ലെങ്കിൽ ഞങ്ങൾ ട്രെയിനിലാണ് കേട്ടോ പോകല്. അപ്പോൾ ഞങ്ങൾ പാടമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒലിച്ചി ഡാം ഉണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് ഒലിച്ചി ഡാം. ഇതിൻ്റെ അടിയിൽ നിന്ന് നോക്കിയാൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഒലിച്ചി ഡാം ഇതാണ്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ പറയുന്നത് ഇനിയും കുറേ പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ പാടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഹൈവേ കൂടെയാണ് കേട്ടോ പിന്നെ പോയത്. നിറച്ച് തെങ്ങാണ് കേട്ടോ അവിടെ. പിന്നെ അവിടെ എത്തിയപ്പോൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. ഇതാണ് കേട്ടോ പേര്, ലൈവ് കൺവേർഷൻ സെൻറ്ററിന്ന്. പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക്. അപ്പോഴും നമ്മൾ ഹൈവേ കൂടെ തന്നെയാണ് പോയത്. നിറച്ച് തെങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ കേട്ടോ. കണ്ടില്ലേ? പിന്നെ പറയും പോകുമ്പോൾ ഞങ്ങൾ ഒരു പുഴ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ പുഴ. അപ്പോൾ അപ്പോൾ ആ പുഴയുടെ ഇതിനും നമ്മളൊന്ന് പോയിട്ടുണ്ട് അവിടെയും. പിന്നെ പറയുന്നത് ഞങ്ങൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ അവിടെ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പാടം പോലത്തെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മാമാൻ്റെ കടയാണ് കേട്ടോ, ഹന്ന പവർ ടൂൾസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.